താൻ ബ്രോക്കർ പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലം ആയെന്നാ പറഞ്ഞത്? എവിടെന്നാ താൻ ബ്രോക്കർ പണി പഠിച്ചത്? എടോ, ഇതാണോ ഐശ്വര്യ റായെ പോലെ ഇരിക്കുന്ന പെണ്ണെന്ന് പറഞ്ഞ താൻ? എടോ, ഉയരമുണ്ടോ, നിറമുണ്ടോ, മുടിയുണ്ടോ? താൻ എന്താ പറഞ്ഞത്? മുടി നിലത്ത് കിടക്കുമെന്ന്. ശരിയാണ്, മുടി നിലത്ത് വീണ് ഞാൻ കണ്ട്. തിരുപ്പനായിരുന്നു. ഇങ്ങനെ നിറവും പൊക്കമൊന്നും ഇല്ലാത്ത പെണ്ണാണോടോ ഐശ്വര്യ റായി? എന്താ ചെയ്യ? എടാ, ഇനി നിന്നെ ബ്രോക്കർ പണിയായിട്ട് ഈ ഏരിയയിൽ കണ്ട മുട്ടുകാല് വലിയ ഞാൻ പിടിക്കും, പറഞ്ഞേക്കാം. ഓക്കോ, വിട്ടോ. വാ വാ വാ, ഇവിടെ കാത്തിരിക്കുകയായിരുന്നു ഇയാളെ. നിങ്ങൾ എന്തൊരു പണിയാപ്പോൾ കാണിച്ചത്? നിങ്ങളുടെ എൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും എല്ലാം നല്ല വിശദമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അമ്മയ്ക്ക് കയ്യാളായിട്ട് നല്ലൊരാളിനെ വേണമെന്നുള്ളത്. ഇയാൾ ആരെ എനിക്ക് കൊണ്ട് തന്നത്? എട്ടും പൊട്ടും തിരിയാത്തൊരു വട്ട് കേസ്. ചായ ഇടാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരു വല്ലാത്തൊരു ഇനം. പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നത് അത്രത്തോളം ഒരു വല്ലാത്തിനം. ഞാൻ ഇപ്പം ഒരു 3 ആഴ്ചയായിട്ട് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചായ നല്ലപോലെ തിളച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, പാല് തിളയ്ക്കുന്നു, അതിനകത്തൊരു ഈ തേയിലയിടെന്ന് പറയുമ്പോൾ പറയാം, ആദ്യം ഇടേണ്ട പഞ്ചസാരയാണ് തേയിലയാണ്. അതുപോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ഇനത്തിനെയാണല്ലോ നിങ്ങൾ ബ്രോക്കർ വിസല്ല പുളുങ്കുരു പോലെ അങ്ങ് എണ്ണി മേടിച്ചല്ലേ. മേലെ ഇതുപോലത്തെ വേല ആട്ടെ കാണിച്ചത് വളരെ മോശമായി. ഇനി ഞാൻ കിടന്നെൻ്റെ ലൈഫ് മൊത്തം കിടന്ന് അനുഭവിക്കാം. പറയുമ്പോൾ ആ പറയുന്ന വാക്കൊക്കെ ഒരു നിറി വേണം. നിങ്ങളെ മോനാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ഇതുപോലെ കുഴി ചാടിക്കും. കിളി പൊക്കി വളിവിടാൻ പോലും ജീവനില്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കണ്ടിട്ട്, ആ പെണ്ണാണെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നാൽ അവിടെയെങ്കിലും ഇരിക്കും. പുളിയില വീണ് നടുപൊടിഞ്ഞെന്ന് പറഞ്ഞതുപോലെ വല്ലാത്തൊരവസ്ഥയായി പോട്ടാ. മേലെ ഇതുപോലത്തെ വേല ആരുടെയും കാണിക്കും. അത്ര വിഷമമുണ്ട്. ഇതല്ലായിരുന്നു ഞാൻ നിങ്ങളെ കാണുമ്പം ഡീൽ ചെയ്യേണ്ട രീതി. പിന്നെ അച്ഛൻ്റെ പ്രായമുണ്ട്, അതുകൊണ്ടാണ്. ഒരു ബ്രോക്കർ. നിങ്ങൾ പോ, നീ ദേഷ്യം വരും. ചേട്ടാ, അവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ ചേട്ടൻ എന്നെ കാണുമ്പോൾ മുങ്ങളെ? അപ്പൊ ചേട്ടൻ അറിയാം ചേട്ടൻ ചെയ്തത് തെറ്റാണെന്നുള്ളത് അല്ലേ? ചേട്ടാ, ഇങ്ങനത്തെ ഒരു ചതി ഒരു മനുഷ്യന്മാർ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു കല്യാണം പോലെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമുള്ള എന്തെല്ലാം പ്രതീക്ഷയോടെ ഒരാൾ കല്യാണം കഴിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചേട്ടനോട് പറഞ്ഞതല്ലേ. സുഖമില്ലാത്ത അമ്മയ്ക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പെൺകുട്ടി. എന്നിട്ടിപ്പോൾ ചേട്ടൻ കാണിച്ചത് എന്താണ്? എന്താ ഉള്ള അവസ്ഥ ചേട്ടൻ അറിയോ? രാവിലെ എണീക്കുന്നത് 9 മണിക്ക്. ഒന്ന് മുറ്റടിച്ചു വരില്ല. വീട്ടിൽ ഒരു പണി അവൾ എടുക്കില്ല. ഒരു കട്ടൻ ചായ പോലും വയ്ക്കാൻ അവൾക്ക് അറിയില്ല. 24 മണിക്കൂർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക, റീൽ കണ്ടുകൊണ്ടിരിക്കുക, റീൽസ് എടുത്ത് നടക്കുക. ഇതൊക്കെയാണ് അവളെ പരിപാടി. ചേട്ടാ, ഇങ്ങനത്തെ പരിപാടികളൊന്നും ആരും ചെയ്യാൻ പാടില്ല ചേട്ടാ. എന്തൊരു അവസ്ഥയെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു നാട്ടിൻപുറത്തുള്ള ചേട്ടൻ അറിയുന്ന നല്ലൊരു വീട് നല്ലൊരു കുട്ടിയാണെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ. ഞാൻ സുഖമില്ലാത്ത അമ്മനെ സഹായിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിച്ചത്. ഇപ്പൊ അവളെയും കൂടി അമ്മ നോക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കണേ. ചേട്ടൻ്റെ സകല കാര്യം പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല. ചേട്ടനെ എന്താ ചേട്ടൻ നീ എൻ്റെ കൺമുന്നിൽ വന്നു പോരുതേ. ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്യും. ഇങ്ങനത്തെ ഒരു ദ്രോഹം ആരും ചെയ്യാൻ പാടില്ല. നിങ്ങൾ കാത്തുക ഞങ്ങൾ വീട്ടിൽ പോരണോ പറഞ്ഞ മോനെ കൊച്ചു നിങ്ങൾ എത്ര കിട്ടിയേ? 3. ഞാൻ കണ്ട് ആ സംഭവം അടിപൊളിയാണ്. ആദ്യത്തെ ഘട്ടം എങ്ങനെയാ? അറേഞ്ച് മാരേജ് പറയാം. അപ്പൊ രണ്ടാമത്തെ അത് ശരി, ചെക്കൻ വന്നില്ല, സ്ത്രീധനം കുറഞ്ഞിട്ട്. അപ്പാട് നാട്ടുകാർ പിടിച്ചു കെട്ടിച്ച്, നല്ല നാട്ടുകാർ, ഭാഗ്യവാൻ. അതെല്ലാം പോട്ട് ഞാൻ ഇന്നലെ വന്നപ്പോൾ ഒരു കിളന്ത് പെണ്ണിനെ കണ്ട് 10-16 വയസ്സിൻ്റെ അടിപൊളി ഈ സംഭവം. അതെങ്ങനെ മോനെ കാതിലൊപ്പിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ശരി മറ്റോട് ഒപ്പിയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ട കുടുംബത്തിലായണ്ട് അയാൾക്കത്ര 4 മക്കൾ അല്ലേ, 5 മക്കൾ അവളോട് സമ്മതിച്ചു. ഭാഗ്യവാനാ മോനെ.
അല്ല അമ്മയ്ക്ക് മറു പോട്ടെ. അമ്മേന്റെ അമ്മ ഭയങ്കര ഹാപ്പിയാ. 95 വയസ്സുള്ള അമ്മേന്റെ ഹാപ്പി കണ്ടാല് ആവശ്യപ്പെട്ടു. കാരണം 5 വർഷമായില്ലേ ഞാനൊന്നും കാത്തിരിക്കും. നിങ്ങൾ ചെയ്തത് അത്ര വലിയ ഉപകാരമല്ലേ. ആ ഹാപ്പീന്റെ പേരില്ലേ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. വീട്ടിലൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. എന്ത് തെറ്റാണ് ഇതിലൂടെ ഞാൻ ചെയ്ത്? എന്ത് തെറ്റാ ചെയ്ത്? 5 കൊല്ലായില്ലേ നിങ്ങളടക്കം ഞാനും നടക്കുന്നു ഒരു പെണ്ണിനെ ഇഷ്ടിട്ട്. എന്നിട്ട് തന്നതായിരുന്നു. എന്താ ഉണ്ടായതാ? 2 ആഴ്ച നമ്മളെ കല്യാണം കഴിച്ചിട്ട് ആദ്യ രാത്രി കൂടെ എന്നോട് പറഞ്ഞെന്നറിയാം, ഒരുമിച്ച് കിടക്കാൻ പറ്റൂല, കുറച്ച് നാൾ കഴിയണം പോലും. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. എന്തോ പ്രശ്നമുണ്ടോ? അതെ. മിഞ്ഞാന്ന് എന്ന് വെച്ചെന്നറിയാം, മിഞ്ഞാന്ന് വീട്ടിലുള്ള കംപ്ലീറ്റ് സാധനം പെറുക്കിയെടുത്ത് പഴയത് വേറെ വെച്ച്, പൊട്ടിപ്പൊടിഞ്ഞ വേറെ വെച്ച്, എന്താന്ന് പഴയതിന് വെക്കാം. ആയിക്കോട്ടെ, അല്ല നല്ല തന്നെയാണ്. പഴയ സാധനം വീട് വൃത്തിയാക്കുന്നത് നല്ല തന്നെ. ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം എൻ്റെ ചങ്ക് പൊട്ടിക്കും. എന്റെ ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായുണ്ടായിരുന്നെ. ഇന്നലെ ജബ്ബാർക്ക് എന്നെ വിളിച്ച്, ആക്രി ജബ്ബാർക്ക ഓളെ പീടിയല് ഇന്നലെ ഓളും വീട്ടിൽ നിന്ന് ചെയ്തിട്ടറിയാം. പഴയ സാധനം വെച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അമ്മേനും ചാക്കിൽ കെട്ടിക്കൊടുത്തു. ശ്വാസം മുട്ടുന്ന എൻ്റെ അമ്മേനെ എനിക്ക് പീടിയെന്ന് കിട്ടാറേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് ഞാൻ കംപ്ലീറ്റ് പിരാന്ത് പഠിപ്പിക്കും. പിരാന്തനാക്കും ഞാൻ. അല്ല എനക്കും ജീവിക്കണല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ വീട്ടിലേ വന്നിട്ടില്ലേ, നിങ്ങളെ ആളെ കിടന്നില്ലേ, അതിനെ കളിച്ചു മാറ്റും. എനക്ക് പോകണം, എനക്ക് ജീവിക്കണം. ഒരു കാര്യം, ഒറ്റ കാര്യം, രാത്രി ഞാൻ വരും, ഒരു അക്ഷരം വേണ്ടി പോകും, ഞാൻ പെറുക്ക് വരും. ഇങ്ങനെയാണെങ്കിൽ 4 കണ്ടിക്കോ. ഇപ്പൊ തന്നില്ലേ, അതിനെ ഞാൻ എടുത്തോ. പിന്നെ അവസാനമായിട്ട് പറയാം, ഇനി ഏതെങ്കിലും ഒരു ബാല്യക്കാരനെ ഇതേപോലെ ആക്കിയത് പിന്നെ ജീവനോട് ഒഴിച്ചു പോകും പറഞ്ഞിട്ടാണ്. എന്താ അപ്പൊ ഇങ്ങോട്ടൊക്കെ? നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് കണ്ടാ നിങ്ങൾ മുങ്ങും, അതാ വീട്ടിലേക്ക് വന്നത്. ഇനിയിപ്പോ എന്താ ഉണ്ടായോ? അപ്പൊ ഈ കേറിയിരിക്കേ, നിങ്ങൾ എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഇല്ല പാപ്പ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഈ കാര്യം പറ. എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് 50,000 രൂപയാണ് നിങ്ങൾ ഇങ്ങനെ വാങ്ങി. എന്നോട് ഈ ചതി പാടില്ലേ? അതിനിപ്പോ എന്താ ഉണ്ടായ? കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടല്ലേ നടന്നത്. ഇപ്പൊ എന്താ ഉണ്ടായ അറിയുന്നത്? ഓളവാക ഒരു കുട്ടീനെ കൂടി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നു. നിങ്ങളും അവരുടെ കുടുംബക്കാരും കൂടി ഒത്തുചേർന്നിട്ട് ചെയ്ത ചതിയാണിത്. നിങ്ങളോടൊന്നും പഠിച്ചോൻ പൊറുക്കൂല കേട്ടോ. ഓടിക്കണ്ട കണ്ട് പോര് കുറെ നാളായി തന്നെ നോക്കി കിടക്കണത്. അതെങ്ങനെയാണ്? എൻ്റെ തലവട്ടങ്ങൾ പൊളിച്ചും പാത്ത് നടക്കില്ല തന്നെ പണി. എന്താണ് കാര്യം എന്നാ, താൻ എൻ്റെ തലയിൽ ഒരു സാധനത്തിനൊക്കെ ഇട്ട് വെച്ചില്ലേ, അവളുടെ ഗുണമധികാരം പറയാൻ വേണ്ടി തന്നെ. ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ എന്തോ താൻ്റെ ഒരു അഭിനയം. കാര്യത്തിലെ പാടെന്താന്നാ താൻ തന്നെ ചോദിക്കണം. അവക്കിഴക്കേ നാഗവല്ലി വിടും. അപ്പം എൻ്റെ കഴുത്തിൻ്റെ അളവെടുക്കാൻ നോക്കണം. അതൊക്കെ പോട്ടെ നോക്കാം. പണിയും കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വരുമ്പേ ഒരു ഗ്ലാസ് ചായ ചോദിക്കുമ്പോൾ ഈ മൊബൈൽ എടുത്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ തോണ്ടി കളിക്കണം. കാലത്തോണി വൈകുന്നേരം വരെ ഇത് തന്നെ പരിപാടി. ഒരു ദിവസം ബീച്ചിൽ പോയപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് റീൽസ് എടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ലെന്ന് പറയും. ആ വാശിക്ക് വന്നിട്ട് എന്താണ് ചെയ്തതെന്നറിയാം. സ്വന്തം കൈ ബ്ലേഡ് വെച്ച് ഉരഞ്ഞിട്ട് ഞാൻ ചെയ്തതാണെന്ന് പോലീസിനോട് പരാതിപ്പെട്ടേക്കാണ്. പോലീസ് വന്നപ്പോൾ എൻ്റെ പായം കൊണ്ട് ഞാൻ ഈ ക്യാമറ മൊബൈൽ എടുത്ത് അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിനെ ഞാൻ അത് കാണിച്ചു കൊടുത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാനിപ്പോൾ അകത്ത് കിടക്കണ്ട. പിന്നെ ഒരു ദിവസം മൂന്നാറ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി എടുത്തിട്ട് വന്നാണ്. അമ്മ പറഞ്ഞ് മൂന്നാറൊന്നും പോകണ്ടാവല്ലോ, അമ്പലത്തിൽ പോയാൽ മതി. അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാൻ വണ്ടിയിൽ കയറാൻ പോലും ഒരു ഇരുമ്പടി എടുത്തിട്ട് വന്നാൽ വണ്ടി ഞാൻ അടിച്ചു തറക്കണം. ആ പൈസ ഇപ്പം ഞാൻ കൊടുക്കേണ്ടി വന്നു. അതൊക്കെ പോട്ടെ എന്ന് വെച്ച് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനൊന്നും തലേന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പോലീസിലൊരു പരാതി കൊടുത്തു. പോലീസ് വന്നപ്പോൾ
പാച്ച 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 തരില്ല, പാച്ച ഇംഗ്ലീഷ് കൊൽക്കത്ത പഠിപ്പിച്ചാണല്ല. പോലീസ് ഇംഗ്ലീഷ് അല്ലട്ടെ, അന്തം വിട്ട് കുന്തം പണി പോലെ നിൽക്കണം. പിന്നെ പോലീസ് ആ പരിസരത്തോട്ട് വന്നിട്ടില്ല. ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാണ്ട് താൻ അവിടെ നിന്ന് പോകണ്ട. തൻ്റെ ഈ ബ്രോക്കർ പണിയില്ലേ, അത് ഞാൻ ഇന്നത്തോടെ ഞാൻ തീർക്കുന്നുണ്ട്. താൻ ഇവിടെ ഇങ്ങനെ വീട് തോറും ഇങ്ങനെ നടക്കണ്ടല്ല, പിള്ളേർ കല്യാണം ആലോചിക്കാനുണ്ടെന്നും പറഞ്ഞോളൂ. ആ പരിപാടി താൻ നിർത്തിക്കോ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാണ്ടേ തന്നെ ഞാൻ അവിടെ നിന്ന് വിടൂല. ആ എന്തുകൊണ്ട് ചോദിച്ചേട്ടാ, കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോന്നോ? ആ ഉറക്കം എണീറ്റേ ഉള്ളൂ, കുളിയും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ഉറക്കവേ ഇല്ല. പിന്നെ എന്തുണ്ട് വേറെ? ആ അതെ, ചേട്ടനെന്നെ കുറിച്ച് അറിയാമല്ലോ, നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. എൻ്റെ മുന്നിൽ ഒരുത്തിനും അങ്ങനെ വന്നിട്ട് ഞാനൊരു തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാറില്ല. കാര്യം നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കാണ്, ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അല്പം സ്വല്പം നല്ല അന്തസ്സിലും അഭിമാനത്തിലും ചങ്കുറ്റത്തോടും കൂടി തന്നെ ഇവിടെ ജീവിക്കുന്നത്, അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു മോനും ഒരു മോളും. നമ്മളെ മോശമാണെന്ന് പറയാൻ ഇന്നേ വരെ ഞാൻ ഇടവരുത്തിയിട്ടില്ല. പിന്നെ എന്നോട് വിരോധമുള്ളവരൊക്കെ ആണെങ്കിൽ അത് എന്നോട് തുറന്നു പറയും. അത് എന്ത് തന്നെയായാലും തുറന്നു പറഞ്ഞ് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ചില അവന്മാർ ഒളിപ്പോരാട്ടം നടത്തും, ഒളിഞ്ഞു നിന്ന് ആക്രമിക്കും. മാന്യമായിട്ട് നമ്മളോട് പറഞ്ഞാൽ പോരെ, ഒരു വിരോധം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തൂടെ? അല്ലെങ്കിൽ അടിച്ചു ചേർക്കുന്നത് അടിച്ചു ചേർക്കാം, ഇടിച്ചു ചേർക്കുന്നത് ഇടിച്ചു ചേർക്കാം, തൊഴിച്ചു ചേർക്കാം. ഇതും ഒന്നുമല്ലെന്നേ. ഒളിപ്പോരാട്ടം. ശശിച്ചേട്ടനോട് എനിക്ക് വിരോധം വല്ലതും ഉണ്ടോ? ഞാൻ വല്ലതും തരാനുണ്ടോ? ഞാൻ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതോ നമ്മുടെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലേ. ഒളിപ്പോരാട്ടം നടത്തുന്ന പോലെ ഒരു ചരക്കിനെ കെട്ടിയെടുത്ത് കൊണ്ട് വന്നേക്കുന്നല്ല. ആരെയാണോ തലയെ കെട്ടിവെച്ച് തന്ന അത് തന്നെ. എന്തൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞേ? അവളിപ്പോൾ പെണ്ണ് തന്നെ ആണോന്ന് എനിക്ക് സംശയമുണ്ട്. ജീവിതം നായനക്കില്ലേ. ഓ, ഇതിനു വേണ്ടി ഞാൻ എന്ത് ദ്രോഹമാണ് മനുഷ്യൻ നിങ്ങളോട് ചെയ്തേ? ഏതെങ്കിലും ഒരു മഹാഭാവിയുടെ തലയെ കൊണ്ട് വെക്കേണ്ട ഒരു ബോംബല്ലത്, അണുബോംബ്. പുലിയാട്ട് കഴിച്ചിരുന്ന എന്നെ ഒരു എലിയുടെ വില പോലും ഇല്ലാതാക്കുമല്ലയോ. നിങ്ങളോടൊക്കെ ഞാനാ ചോദിക്കണ്ട, പക്ഷെ മൂപ്പര് ചോദിച്ചോളൂ. ദൈവം 2-3 ദിവസം കൊണ്ടൊന്നും നേരം വെളുക്കത്തില്ലല്ലോ, കിട്ടും. ഇതേപോലെ ഇനി ആരെയും വരക്കരുത് കേട്ടോ. തിരിച്ചെടുക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുപോകണേ. ജീവിച്ചോട്ടെ, പുലിയായില്ലെങ്കിലും വേണ്ട, ഒരു മനുഷ്യനായിട്ടെങ്കിലും ജീവിച്ചോട്ടെ. താനോടന്നേ, തന്നോടൊരു കാര്യം പറഞ്ഞ് കുറച്ച് നാളായി വിചാരിക്കുന്നു. താൻ എൻ്റെ അടുത്ത് എന്തുറ്റാ പറഞ്ഞേ? അവളെന്തുറ്റാന്ന്? 10 മാറ്റ് സ്വർണം, റോൾഡ് ഗോൾഡ് അടവും. താനേ എൻ്റെ അടുത്ത് പറഞ്ഞെന്തുറ്റാ? അവളെൻ്റെ അമ്മേനെ പൊന്നു പോലെ നോക്കുന്നല്ലേ? അപ്പം അവളെ പൊന്നു പോലെ ഒരച്ചാളോ നോക്കണേ. തൻ്റെ അടുത്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുള്ളൂ? താനീ കോപ്പിലെ പരിപാടി എൻ്റെ അടുത്ത് കാണിച്ച് തന്നെയൊക്കെയില്ലേ അടിച്ച് തൻ്റെ മോന്തര ഷേപ്പ് മാറ്റണം. ഇനി മേലാക്കം താൻ ആരുടെങ്കിലും ഇതേമാതിരി പറഞ്ഞ് പറ്റിച്ച് വല്ല ആമ്പിള്ളേരെ ജീവിതം തുലച്ച തൻ്റെ 6ാം വരിക്ക് കയറ്റി ഞാൻ ഒരു പണി കാണിച്ചേക്കണതാ. എന്തിനാടോ, എന്ത് തെറ്റാടോ തൻ്റെ അടുത്ത് ഞാൻ ചെയ്തത്? തനിക്ക് പറഞ്ഞ കമ്മീഷൻ ഞാൻ തരില്ലടോ. എനിക്ക് താളം നിനക്ക് തന്നെ ഇങ്ങോട്ട് വാ, ശരിയാക്കി തന്നെ നാറി. വാ 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 വാ, താൻ എവിടെ പോയി കിടക്കുകയായിരുന്നല്ലോ?
എത്ര കാലമായി ഒന്ന് തന്നെ കണ്ടിട്ട്, എത്ര ദിവസമായി ഞാൻ തന്നെ അന്വേഷിക്കുന്ന അറിയോ? വിളിച്ചാൽ ഫോണും എടുക്കൂല. ആഹാ, അത് ശരി. ഈ ബ്രോക്കർ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തസ്സുള്ള പണിയാണ്. താൻ അങ്ങനെയാണോ ചെയ്തത്? താനൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ബ്രോക്കർ എന്ന് വിളിക്കാൻ പാടില്ല എന്നാ? പിന്നെ തന്നെ എന്താ വിളിക്കും? മാരേജ് അസംബ്ലർ. ആ, കൊള്ളാം, മാരേജ് അസംബ്ലർ നല്ലതാണ്, കൊള്ളാം. പിന്നെ താൻ ചെയ്ത പണിയൊന്ന് ഞാൻ വിശദാക്കി തരാം. അതായത് എൻ്റെ ഒരേ ഒരു അനിയത്തിയുടെ ഒരേ ഒരു മോൻ, അവന് ഒരല്പം മോഡേണാണ്, ഒരു ഫ്രീക്കൻ ചെക്കനാണ്. അപ്പോൾ അവന് കുറച്ച് മോഡേണായിട്ടുള്ളൊരു പെൺകുട്ടിയെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ താൻ ഒരു വൈറലായിട്ടുള്ള പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ്. തനിക്കറിയോ, കല്യാണം കഴിഞ്ഞ് എന്നിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിൽ ഒരു ചടങ്ങുണ്ട്, ഒരു വിരുന്ന് ചടങ്ങ്. ആ ചടങ്ങിന് പോയ സമയത്ത് പെൺകുട്ടി ഛർദ്ദിക്കുന്നു, പിന്നെ അതിന് എന്തോ ഒരു ബോധക്ഷയം വരുന്നു. അപ്പോൾ ഈ ചെറുക്കൻ്റെ അച്ഛൻ്റെ, അതായത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ പെങ്ങൾ, അവർ ഗൈനോക്കോളജിസ്റ്റാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവർ പരിശോധിച്ചപ്പോൾ ഈ പെൺകുട്ടി 2 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പെണ്ണിനെയാണോടോ താൻ എൻ്റെ അനന്തരവന് വേണ്ടി കണ്ടെത്തിയത്? കഷ്ടമാണ് അല്ലേ? താനൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ? ഈ കല്യാണത്തിന് ചിലവായ കാശ് മുഴുവൻ അമ്മാവനായിട്ടുള്ള ഞാൻ കൊടുക്കണമെന്നാണ് ചെറുക്കൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് പട്ടാളക്കാരൻ. ഇല്ലെങ്കിൽ എന്നെ വെടിവെക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ അവിടെ നിന്ന് മുങ്ങി അടക്കുകയാണ്. അപ്പോൾ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഏതായാലും കണ്ടുമുട്ടിയല്ല. പിന്നെ താനെന്താ പറഞ്ഞത്? ആ പെൺകുട്ടിയുടെ അച്ഛൻ ഫേമസ് ആണെന്നല്ലേ പറഞ്ഞത്? ശരിയാണ്, അയാളൊരു കൊള്ളപ്പലിശക്കാരനാണ്. അയാളുടെ ഓഫീസിലുള്ള ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് ആ പെൺകുട്ടിയുടെ ഭർത്താവും ആൾക്കാരും കൂടി ഇയാളെ പഞ്ഞിക്കിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ ഈ പെൺകുട്ടിയുടെ ഒരേ ഒരാങ്ങള, അവൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണോടോ താൻ എൻ്റെ അനന്തരവന് വേണ്ടി പെണ്ണാലോചിച്ചത്? കഷ്ടമാണോടോ. എന്താ തൻ്റെ പേര്? ജോപ്പൻ. താൻ ജോപ്പനല്ലടോ, ചേച്ചിയാ വാ കേറിയിരിക്ക്. ഞാൻ കുറെ നാളായി ചേച്ചിനെ ഒന്ന് കാണണമെന്ന് വിചാരിക്കണത്. എന്താണെന്ന ഒന്നും പറയണ്ട. ചേച്ചി എന്തൊക്കെയാ പറഞ്ഞേച്ചത് കല്യാണത്തിന് മുമ്പ് അമ്മേനോട്? അമ്മ ഒറ്റ ഡിമാൻഡല്ലേ പറഞ്ഞേച്ചത്. അതായത് പെണ്ണ് അത്യാവശ്യം ഭംഗിയാണ്, പിന്നെ പണമോ സ്വർണമോ ഒന്നും വേണ്ട, നല്ല സ്വഭാവമായിരിക്കണം. ഇത് പ്രത്യേകിച്ച് ചേച്ചിയോട് പറഞ്ഞ കാര്യമാണ്. ആണോ? എന്നിട്ട് ഇപ്പം എങ്ങനെയായിരിക്കണ കാര്യങ്ങൾ? ചേച്ചി എന്നോട് അങ്ങനെയൊക്കെയല്ല പറഞ്ഞേച്ചത്. എന്നെ കണ്ടപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞല്ല. എന്നിട്ട് എന്തായി? നിങ്ങൾ ആ വർത്താനം പറയല്ലേ. വീട്ടിൽ കയറി വന്നവരോട് മര്യാദക്ക് സംസാരിച്ചുള്ള മാന്യമായ ഒരു രീതിയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങൾ ഏതാണ്ട് ചേച്ചി അധികം വർത്താനം പറയില്ലേ. ചേച്ചി ആ വർത്താനം അവളെന്താണെന്ന് ചേച്ചിക്ക് അറിയാമോ? എപ്പോൾ നോക്കിയാലും ഒരു ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒരു വക. നിങ്ങൾ അങ്ങനെ പറയല്ലേ ചേച്ചി. ചേച്ചി ഞാൻ സ്നേഹത്തോടുകൂടി പറഞ്ഞാണ്. ഈ രീതിയിലുള്ള ഭർത്താവ് നിങ്ങളുടെ മോന്ത ഞാൻ ഇവിടെ ഭിത്തിയിലിട്ട് ഉറക്കും. നമുക്ക് ചേച്ചി വേണ്ട നിർത്തിക്കും. മതി. അധികം നമ്മ പറഞ്ഞു കഴിഞ്ഞാൽ മുഷിയും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാ വേണ്ട മര്യാദക്ക് നിങ്ങൾ പൊയ്ക്കോ. ശരി ഓക്കെ.
ചേട്ടാ ഒന്ന് നിൽക്കൂ. എന്നാ മനസ്സിലായ? മറക്കാനും മാത്രം സമയമൊന്നും ആയില്ല, 1 മാസമല്ലേ ആയുള്ളൂ. എന്തായാലും ചേട്ടൻ എനിക്ക് കൊണ്ട് തന്ന ബന്ധം അയ്യോ സന്തോഷമായി. എടോ, താൻ അന്ന് കല്യാണാലോചനയായിട്ട് വീട്ടിൽ വന്നപ്പോൾ തന്നോട് 2 or 3 ഡിമാൻഡല്ലേ ഞങ്ങൾ വെച്ചോളൂ. പെണ്ണിന് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, തളർന്നു കിടക്കുന്ന എന്റെ അമ്മയെ നോക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ പടോ, എന്തൊരു സൈസ് പെണ്ണിനാടോ എന്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് വെച്ചത്? രാവിലെ എഴുന്നേക്കത്തില്ല, ജോലി ചെയ്യില്ല, എന്റെ അമ്മയെ നോക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യില്ല. തനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞോണ്ടല്ലേ, തന്റെ അയൽക്കാരനാണ്, തന്റെ സുഹൃത്താണ് അവിടെ അച്ഛനെന്ന് പറഞ്ഞ് അവിടെ വന്ന് ഞങ്ങളെ വിശ്വസിപ്പിച്ചിട്ടല്ലേടോ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ഇടോ, ഒരാണായാലും ഒരു പെണ്ണായാലും ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത് എന്തൊക്കെ പ്രതീക്ഷയാണോ? നിങ്ങളെ കൂട്ടുള്ളവർ, ഇടനില നിൽക്കുന്ന നിങ്ങളെ കൂട്ടുള്ളവര് ഈ നക്കാപ്പിച്ച കാശിനും വേണ്ടി ഒരു ജീവിതമാണ് വെച്ച് കളിക്കുന്നത്, മനസ്സിലായി? തന്നെയൊക്കെ എടോ, ഈ കാശൊക്കെ കൊണ്ടു കൊടുത്ത് തന്റെയൊക്കെ മക്കളെ കൊണ്ട് തീരിച്ചിട്ട് അവരൊക്കെ എങ്ങനെയാണോ നല്ല രീതിയിൽ വളർന്നു വരുന്നത്? ഇങ്ങനൊന്നും ആരോടും ചെയ്യരുത്. പെണ്ണിന് എന്തെങ്കിലും ഫാൾട്ടോ അല്ലെ ചെറുക്കൻ എന്തെങ്കിലും ഫാൾട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം വീട്ടുകാരോട് തുറന്നു പറഞ്ഞിട്ട് അതിന് സമ്മതമാകുന്ന ബന്ധങ്ങൾ കൊണ്ട് പരസ്പരം യോജിപ്പിക്കുക. അല്ലാതെ ഇവിടെ തന്നെയൊക്കെ പോ ചെല്. ചേട്ടനല്ലേ എൻ്റെ ഈ കല്യാണം നടത്തി തന്നത് അല്ലേ? ചേട്ടൻ എന്നിട്ട് എന്ത് പണിയാണ് ചേട്ടാ അവന്? പെണ്ണിനെ കുറിച്ച് എന്തോ വാനോളം പൊക്കി പറഞ്ഞത്. ഇപ്പം 2 ആഴ്ച ആയതല്ലേ ചേട്ടാ. പെണ്ണുപിള്ള എന്നെ പൊന്നു പോലെ നോക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവൾ വന്നതുകൊണ്ട് എൻ്റെ അമ്മയുമായിട്ട് വഴക്കാം. പിന്നെ നല്ല തറവാട്ടി പറഞ്ഞതാന്ന് പറഞ്ഞു. ഞാൻ പൊന്നെ നിങ്ങളൊന്നും മിണ്ടണ്ട. പിന്നെ ഒന്ന് വിത്തട്ടേ മുടിയുണ്ടെന്ന് പറയും, മുട്ടറ്റം വരെ. ഇപ്പം ഇവിടെ വരെ ഉണ്ട്. അത് വെപ്പൊടിയാന്ന് പറഞ്ഞാൽ പോരായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ 2.5 പവനുള്ള മോതിരം അവൾ അടിച്ചോണ്ട് പോയി. അവളെ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒന്നും പറയണ്ട. ചേട്ടൻ ഈ ഏരിയയിൽ ചേട്ടൻ കല്യാണം നടത്തുവാണെങ്കിൽ ഞാൻ ചേട്ടൻ്റെ കല്യാണം ഒഴിപ്പും. സത്യമായിട്ട് ചേട്ടൻ വേണ്ട, ഒന്നും പറയണ്ട. ചേട്ടൻ എന്നെ ചിരിപ്പിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. ഭയങ്കര ഹ്യൂമൻ സെൻസ് ഉള്ള പെണ്ണാണ് പറഞ്ഞു. എന്നിട്ട് എൻ്റെ പൊന്നു ചേട്ടാ അവൾ 6 മണിയാകാൻ നോക്കുക കിടന്നുറങ്ങാൻ. ചേട്ടൻ ഒന്നും പറയണ്ട, ചേട്ടൻ ഒരു വാക്കും പറയണ്ട. എൻ്റെ പൊന്നു ചേട്ടാ ആരെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ.